നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലമാണ് കടന്നുപോയത്. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തവണ ഭക്തർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. 18ാം പടിയിൽ മിനിറ്റിൽ 80 മുതൽ 100 പേരെ വീതം കയറ്റിവിടാൻ സാധിച്ചതും മെച്ചപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിയതും ഭക്തർക്ക് സഹായകമായി. എന്നാൽ ഇത്തവണ അയ്യപ്പ ഭക്തർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിലല്ല സംഭവിച്ചത്. വലിയ ശബ്ദമുണ്ടാക്കുന്നുവെന്ന പേരിൽ ക്രിസ്മസ് ദിനത്തിൽ അയ്യപ്പ പൂജ തടയാനുള്ള തെലങ്കാന പോലീസിന്റെ ശ്രമം ഏറെ വിവാദമായിരുന്നു. കണ്ടലക്കോയ ഗ്രാമത്തിൽ നടന്ന അയ്യപ്പ പൂജയ്ക്കിടെയായിരുന്നു തെലങ്കാന പോലീസിന്റെ അതിക്രമം. പോലീസ് സംഘം ബോട്ടിട്ട് ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കുകയും പൂജയുടെ ശബ്ദം കുറയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ടാകാം ഈ സംഭവത്തിൽ മറ്റ് നടപടികൾ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ആന്ധ്രാപ്രദേശിൽ അയ്യപ്പ ഭക്തർക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഉടനടി തന്നെ NDA സർക്കാർ നടപടി കൈക്കൊണ്ടു. അയ്യപ്പമാല ധരിച്ചതിന് ഹിന്ദു യുവാവിനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതി ജിയോവുൾ ഹക്കിനെ ഇരയുടെ കാൽ തൊട്ട് ക്ഷമാപണം നടത്തിച്ചാണ് ആന്ധ്രാപ്രദേശ് പോലീസ് നീതി നടപ്പിലാക്കിയത്. ഹിന്ദു സംഘടനാ ഭാരവാഹികളും സ്ഥലത്തുണ്ടായിരുന്നു. പ്രതി ക്ഷമാപണം നടത്തിയതോടെ ഭക്തർ ശരണം വിളിച്ചു. ആന്ധ്രാപ്രദേശിലെ അന്നമയ്യ ജില്ലയിലെ മദനപ്പള്ളിയിൽ അയ്യപ്പ ഭക്തനെ മുസ്ലിം യുവാവ് ആക്രമിച്ചതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. അയ്യപ്പ ഭക്തനായ വെങ്കടേഷിനെ അയ്യപ്പമാല ധരിച്ചതിന്റെ പേരിലാണ് സിയാഉൾ ഹക്ക് ആക്രമിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം RTC ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു സംഭവം. റോഡിൽ തടസ്സമായതിനാൽ സിയാഉൾ ഹക്കിന്റെ ഇരുചക്ര വാഹനം മാറ്റുവാൻ വെങ്കടേഷ് ഹക്കിനോട് ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ പ്രതി ഭക്തരെ ആക്രമിക്കുകയായിരുന്നു. വെങ്കടേഷ് ധരിച്ചിരുന്ന അയ്യപ്പമാല സിയാവുൾ പൊട്ടിച്ചെറിഞ്ഞു. ഇയാൾ ആക്രമണം തുടർന്നതോടെ തടിച്ചുകൂടിയ നാട്ടുകാർ ഇടപെട്ടു. വിവരമറിഞ്ഞ് ഉടൻ തന്നെ ഹിന്ദു സംഘടനകളുടെ പ്രവർത്തകരും തടിച്ചുകൂടി. അയ്യപ്പ ഭക്തർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് സ്ഥലത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുവാൻ ആരംഭിച്ചു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ഈ മാസം 7-ന് ആന്ധ്രാപ്രദേശിലെ രായ്ചോട്ടിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് ആക്രമിക്കപ്പെട്ടതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ സംഭവം. വാഹനത്തിൽ കേട്ടിരുന്ന ഭക്തിഗാനങ്ങളുടെ ശബ്ദം വളരെ കൂടുതലാണെന്നും അത് ബസ്സിന് പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടെന്നും ആരോപിച്ചായിരുന്നു ആക്രമണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.